ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിവ്യൂ ആണ്. കൂലി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത് രജനികാന്ത്, ഉപേന്ദ്ര, ആമിർ ഖാൻ, പിന്നെ ആരൊക്കെയാടാ, നാഗാർജുന, സൗബിൻ ഇവരൊക്കെ പ്രധാന വേഷത്തിലെത്തിയ സിനിമയാണ് കൂലി. കൂലി സിനിമയുടെ റിവ്യൂ. ശരിക്കും ആ പാട്ടുണ്ടല്ലോ, ആ പാട്ടിൽ പിടിച്ചിട്ട് വേണം പോവാൻ. പിടിച്ചാലോ? ആ പിടിച്ചോ. എന്തെന്നാണ് ചെയ്തു വെച്ചേക്കുന്നത് ലോകേഷേ? ഞങ്ങളുടെ കയ്യിലും ജയിലറിന്റെ തപ്പിയെടുത്തു കഴിഞ്ഞാൽ കൗരവറിന്റെ സീഡ് ഞങ്ങൾക്ക് കിട്ടും. ഇനി അത് പോട്ടെ. പിന്നെ ജയിലർ പെട്ടെന്ന് കിട്ടും. പിന്നെ ലിയോ, സുബ്രഹ്മണ്യ, പിന്നെ വിക്രം ക്ലൈമാക്സും, അതെ, റോളക്സ് എല്ലാം കൊണ്ടും തികഞ്ഞ സിനിമ തികച്ചു തന്നിട്ടുണ്ട്. അനിരുദ്ധിന്റെ വക അനിരുദ്ധ് എന്തെന്നാണ് കാണിച്ചു വെച്ചിട്ടുള്ളത്? അനിരുദ്ധിന് സൂപ്പർ നിൽക്കുകയായിരുന്നു. സത്യം. അനിരുദ്ധെങ്കിലും ഉണ്ടാവുമല്ലോ, ഒരു മാസ് സാധനം ഉണ്ടാവുമല്ലോ. എവിടെ ഏതോ സമയത്ത് ഇടയ്ക്ക് ആ കുക്കു സാധനവും പിന്നെ പവർ ഹൗസും വരുന്നുണ്ട്. അതാണെങ്കിലോ എങ്ങനെ കാണിച്ചു വെച്ചിരിക്കുന്നത്? അത് ഫുൾ അങ്ങനത്തെ ഒരു സാധനം കൊടുത്തേക്കല്ല. എപ്പോഴെങ്കിലും ഒരു സമയത്ത് അത് വരും, ആ ഒരു സെക്കൻഡ്. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ മറ്റേ സാധനം. അത് നമ്മൾ ഉറങ്ങിപ്പോകാതിരിക്കാനുള്ളതാ, മനസ്സിലായോ? ഉറങ്ങല്ലേ ഇത് തട്ടി വിളിക്കാനുള്ളതാണ് സാധനം. പിന്നെ മറ്റേ സാധനം ഇല്ലടാ, നമ്മൾ ആ ട്രെയിലറിൽ കേട്ടില്ലായിരുന്നോ? മോനെ ആ സാധനം കൂടി കേട്ടിരിക്കുമ്പോ സന്തോഷമായി. അയ്യേ ലോകേഷേ, കഴിഞ്ഞിക്കണേ. ഇങ്ങനെ ചതിക്കുന്നു കരുതിയില്ലായിരുന്നു. കയ്യിൽ നിന്നുള്ള മരുന്ന് മൊത്തം കഴിഞ്ഞിക്കണേ. ഉള്ള സാധനം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കഥാപാത്രങ്ങളെ മാറ്റിയിട്ട്, അതായത് സൂര്യക്ക് പകരം ആമിർ ഖാൻ ഇറക്കുന്നു. നമ്മുടെ ജയിലറിൽ മറ്റേ മാത്യുവിനും ശിവരാജ് കുമാറിനും പകരം, അതായത് മാത്യു എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ. ശിവരാജ് കുമാറിന് പകരം നമ്മുടെ ഉപേന്ദ്രൻ ഇറക്കുന്നു. സുബ്രഹ്മണ്യായിരുന്നു അത് ലിയോയില്. ഇവിടെ വന്നപ്പോൾ അത് ഉപേന്ദ്ര ആയിരിക്കുന്നു. പിന്നെ അപ്പുറത്ത് വേറെ ആള്. ഇങ്ങനെ കുറച്ച് ആൾക്കാരെ മിക്സ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിട്ട് കഴിഞ്ഞാൽ കണ്ടെത്തൂലെന്ന് കരുതിയോ? പിന്നെ മറ്റൊരു കാര്യം, നമ്മള് ജയിലർ കണ്ടു കഴിഞ്ഞപ്പോ നമ്മള് എല്ലാരും ഒരേ അഭിപ്രായത്തിൽ പറഞ്ഞൊരു കാര്യം, അതായത് ഇവര് 3 പേരും കൂടി ഒരുമിച്ചുണ്ടായിരുന്നെങ്കിൽ എന്നുള്ളതാണ്. അത് പിന്നെ അത് മാത്രല്ല, നമ്മൾ ഇതിന്റെ ഡീകോഡിങ് ചെയ്ത സമയത്ത്, അതായത് സെൻസർ റിപ്പോർട്ട് വന്നപ്പോ കട്ട് ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ തെറ്റിദ്ധരിച്ചു, അങ്ങനെ ഒരൊറ്റ ഇതിൽ നിന്ന് ഇങ്ങനെ കത്തിക്കുന്നതാണ് 3 പേരും, അതായത് ലാലേട്ടൻ, രജനികാന്ത്, ശിവരാജ് കുമാർ. ആ സാധനം എന്തല്ലേ ലോക കള്ളൻ. അതൊക്കെ ഈ ഡീകോഡിംഗ് ഒക്കെ മൊത്തം ഇരുന്ന് കണ്ടിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തും ചെയ്തിട്ടുണ്ട്. പിന്നെ കൈദിയിലെ മറ്റേ ആ സോങ് ഇട്ടിട്ടുള്ള രീതിയിലുള്ള ഫൈറ്റും എല്ലാം കോപ്പി. സാധാരണ നമ്മൾ പറയാറ് അനിരുദ്ധിന്റെ പാട്ട് വരുമ്പോഴാ, ഇത് അതുപോലെ ഉണ്ട്. അനിരുദ്ധ് സിനിമ മ്യൂസിക് ചെയ്യുന്ന പോലെ ഉണ്ട്. തന്നെ പിന്നെ അറ്റ്ലി ചെയ്യുന്ന ഒരാളും കൂടി അറ്റ്ലി ഇവരൊക്കെ ഒരേ അച്ചുതണ്ടിൽ കറങ്ങുന്ന ആൾക്കാരാണ് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഫുള്ള് അവരോട് ചെയ്തു വെച്ച സിനിമയിലെ സാധനങ്ങളൊക്കെ വേറൊരു ആൾക്ക് വേറൊരു ക്യാരക്ടർ ആക്കിയിട്ട് പേര് മാറ്റി കൊടുത്ത് ചെയ്തിരിക്കുന്നു. ഒന്ന് എഴുതിട്ടോ, കൈദി 2 വരുമ്പോ ലോക പരാജയം. കൈദി 2 ഇനി അങ്ങോട്ട് ലോകേഷിന്റെ താഴേക്കേ പോവുള്ളൂ. അത് കാരണം ഇത് കാണുമ്പോ തന്നെ അറിയാം, ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞ സാധനമില്ല. ഫൈറ്റ് എന്താ ചെയ്ത് വെച്ചിരിക്കുന്നത്? ഫൈറ്റ് സീനും പോട്ടെ, അല്ലാതെ തന്നെ നമുക്ക് ലോകേഷിന്റെ അകത്ത് ഒരു പവർ കിട്ടും, നല്ലൊരു മേക്കിംഗ് കിട്ടൂലേ? അതുപോലും ഇല്ലതിലേ. ആകെ ഒരു സീനാണ് എനിക്ക് തോന്നിയത് കേട്ടോ, ആമിർ ഖാൻ നടന്നു വരുന്ന സമയത്തുള്ളത്. അത് മാത്രം. അതിനുശേഷം ആള് വാ തുറന്നു കഴിഞ്ഞപ്പോ പോയി ആമിർ ഖാൻ. ആ വരവൊക്കെ വന്നിട്ട് പൊന്നെ അളിഞ്ഞ ക്യാരക്ടർ. സത്യമായിട്ടും ലോകേഷിന് ഈ കോമഡിയുള്ള സാധനം. ലോകേഷ് വലിയ തള്ളു തള്ളുന്ന പ്രണയം മറ്റതൊന്നും എന്റെ അതിനകത്ത് ഉണ്ടാവൂല, എന്റെ സിനിമയിലുണ്ടാവും. അതേപോലെ തന്നെ അയാളുടെ സിനിമയിൽ കോമഡിയും പറ്റൂല. കോമഡി ചെയ്താലും അത് വർക്കാവൂല, കാണുന്നവർക്ക്. വർക്കായി മൊത്തത്തിലൊരു കോമഡി ആയിട്ട് വർക്കായി, അല്ലാതെ സീൻ വൈസ് കോമഡി. വലിയ കോമഡി ചിത്രം. അതെ, അത് സത്യം. ആള് ചെയ്തതിൽ ഏറ്റവും നല്ല കോമഡി ചിത്രം എന്നുള്ള രീതിയിൽ ഇത് വർക്കായിട്ടുണ്ട്. തലൈവറൊക്കെ കഴിഞ്ഞ ദിവസം കൂടി വന്നിരുന്നിട്ട് 1000 കോടി എന്നൊക്കെ പറഞ്ഞ് തള്ളിയായിരുന്നു. ഇത് 1000 കോടി കിട്ടിയ തന്നെ എന്റെ മോനെ.
ഒന്നും പറയാൻ കിട്ടുന്നില്ല, കലിപ്പുണ്ട്. ഓരോ സീനും കാണുമ്പോ നമുക്കിങ്ങനെ കലിപ്പ്. അതായത് ഫൈറ്റ് സീനൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന രീതി കാണണം. പിന്നെ ഒരു കാര്യത്തിൽ ഒരു ഇന്റൻസ് ഫീൽ കിട്ടുന്നില്ല. എനിക്ക് തോന്നിയത് പിന്നെയും കുറച്ചെങ്കിലും പോസിറ്റീവ് പറയാൻ പറ്റുന്ന സൗബിന്റെ സൗബിന് നല്ല ക്യാരക്ടറാണ്, ഫുൾ ലെങ്ത് ക്യാരക്ടർ. അത് നന്നായിട്ട് അത്യാവശ്യം ആള് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നാഗാർജുനന്റെ മുകളിലാണ്. നാഗാർജുന ഒന്നും അതായത് മെയിൻ വില്ലനായിട്ട് സൗബിന വന്നത്. സൗബിൻ അത് കീടിക്കുക സാധനം. അത് ആളത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഈ സിനിമ സൂപ്പർ ആയിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പറയില്ലായിരുന്നു കേട്ടോ. അതായത് ഇത് സ്പോയിലർ ആണ്, നിങ്ങളെ അത് ബാധിച്ചേക്കാം എന്നുള്ളത് കൊണ്ട് നമ്മൾ പറയില്ലായിരുന്നു. ഇതൊരു വിഷയമല്ല, എന്ത് വിധത്തെ വിളിച്ചു പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോന്നെ. ഇതിന് എത്ര വലിയ ഉണ്ടാമണ്ടി ഉണ്ടെന്ന് പറഞ്ഞാലും 10ന്റെ പൈസക്കില്ല, 5 പൈസക്കില്ല. ഉള്ള കാര്യം പറയാലോ. വളരെ വൃത്തികെട്ട സിനിമ. ഒരിക്കലും ലോകേഷിന്റെ അടുത്ത് നിന്ന് ഇന്നലെയൊക്കെ ഞാൻ നല്ല ആത്മവിശ്വാസത്തിൽ ഇരുന്നു. അതുകൊണ്ടായിരുന്നു ലോകേഷ് അല്ലേ. ഞാനൊരു സ്റ്റോറി പറഞ്ഞില്ലായിരുന്നില്ലേ, അത് ചെയ്യുന്നതിന് മുൻപും അതിനുശേഷവും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ലോകേഷ് അങ്ങനെ ചിന്തിക്കേയില്ലാന്ന്. അത് മനസ്സിലായില്ല. അതായത് ലോകേഷിന് ആളുടെ ഒരു 2 കണ്ടെയ്നറും അതിൽ കുറച്ച് സ്വർണ്ണോ അല്ലെങ്കിൽ ലിക്വിഡ് അല്ലെങ്കിൽ ആളുടെ സ്മഗ്ലിംഗ് പരിപാടി ഇല്ലേ, അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു കഥ പറയാൻ അറിയില്ല. ആളൊന്നും അങ്ങനെ ചിന്തിക്കൂലെന്നേ. മറ്റൊരു രീതിയിലൊന്നും ആളൊന്നും ചിന്തിക്കൂല എന്നുള്ളതിന് ഒന്നാമതും തെളിവാണ് കൂലി. കാരണം ഇത് റോളക്സിന്റെ സ്റ്റാൻഡ് അലോൺ മൂവിയൊക്കെ വരുമ്പോ അതാ ഞാൻ പറഞ്ഞ റോളക്സ് ഒക്കെ ഇനി വരുമ്പോ എന്തായിരിക്കും അവസ്ഥ. ഒരു സിനിമക്കും കാത്തിരിക്കണ്ട ലോകേഷൻ. അതിന്റെ അപ്പുറത്ത് വേറെ കാര്യം വേണ്ട. റോളക്സിന്റെ ഒക്കെ വരുമ്പോ റോളക്സ് ആദ്യം നല്ല ഡീസന്റ് മനുഷ്യനൊക്കെ ആയിരിക്കും കഥയില്, പിന്നെ ആയിരിക്കും നായിക്കാട്ടായത്. സോറി, ഇപ്പൊ റോളക്സിലേക്ക് മാറിപ്പോയായിരുന്നു. നാഗാർജുനന്റെ റോള് ഇമ്പാക്ട് ഇല്ല, സൗബിന്റെ റോള് അടിപൊളിയായിരുന്നു. പിന്നെ ഒരു സ്ത്രീ കഥാപാത്രം ഉണ്ട്, അത് കുഴപ്പമില്ല. പക്ഷെ ഇതൊക്കെ ഫോഴ്സ്ഫുള്ളി ഇങ്ങനെ ടെസ്റ്റ് ഇടാൻ ചെയ്ത് ആട്ടിക്കൂട്ടുന്നതൊക്കെ കാണുമ്പോൾ അത് ഭയങ്കര അരോചകരായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. വേറെ കാര്യമാട്ടെ, നാഗാർജുനയൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു പവറും ഇല്ല. ഇതിനേക്കാളും അടിപൊളിയായിരുന്നു. അതായത് സിനിമ ഇറങ്ങുന്നതിന് മുൻപ് ആ സൈമന്റെ ഒരു ലീക്കായ വീഡിയോ ഉണ്ടായിരുന്നില്ലേ, ആ സാധനത്തിന് ഇതിനേക്കാൾ ഇമ്പാക്ട് ചെയ്യാൻ പറ്റില്ല. ആ സീനൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നതൊക്കെ അതാ ഞാൻ പറഞ്ഞേ. ഈ ഒരു സാധനത്തിലേക്ക് വരുമ്പോഴേ BGM മറ്റേ അനിരുദ്ധിന്റെ സാധനമൊന്നും ഇല്ല. അങ്ങനത്തെ കൊലമാസ് സീനിലൊക്കെ കൊടുക്കേണ്ട ഒരു പവറും കൊടുക്കാതെ എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ട് പോയേക്കാണ്. ജയിലർ കൂടുതലും ജയിലറിന്റെ സീനുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. അതെ, കൊറേ സമയങ്ങളിൽ കോൾ ചെയ്തിട്ട് അവിടെ ഇല്ല, അപ്പുറത്ത് കോൾ ചെയ്ത ഈ സെയിം സാധനങ്ങൾ ജയിലറിലുണ്ടായിരുന്നത്. ഇത് തന്നെ വീണ്ടും എന്താണെങ്കിൽ നല്ല അവിടുത്തെ സിനിമയായി പോയി. നല്ല പണി വെച്ചിട്ടുണ്ട് ലോകേഷ്. കറക്റ്റ് കൂലി നല്ല വിളിക്കേണ്ടത്. പൂട്ടിട്ട് കൊറേ കുത്തിട്ടിട്ട് തീ അങ്ങനെ വിളിക്കണം. അതാണ് അവസ്ഥ. എന്താണെങ്കിലും പോയി കണ്ടിട്ട്. ഞങ്ങളെ വ്ലോഗൊന്നും ഞങ്ങൾ ഇടുന്നില്ല. അല്ല, ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി വേണ്ട, ഇനി ഇടണ്ടല്ലോ. ഇനി കംപ്ലീറ്റും ചെയ്യണ്ടല്ലോ. അതിനെ കുറച്ച് എണ്ണുണ്ടായിരുന്നു, അതും കഴിഞ്ഞു. എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു വ്ലോഗില്. നല്ല മഴയാണ്. ഇതൊക്കെ കേൾക്കുന്നുണ്ടോന്ന് അറിഞ്ഞൂടാ. എന്തായാലും വീട്ടിൽ പോയിട്ട് ഒന്നും കൂടി ഇടാം. അതെ, റിവ്യൂ ഇടാം. അത് റിവ്യൂ അല്ല, ഇതൊരു പ്രതികരണം.